ഹലോ ഗൈസ്, ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കി ഡ്രോയിനെ കുറിച്ചാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഒരു 10 ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പൊ അത് കാണിച്ചൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ പോയി അവിടെ ഒട്ടിച്ചെന്ന് എടുത്തോണ്ട് വന്ന് ആണ് പ്രോബ്ലം. അപ്പൊ ഒട്ടിച്ചില്ലെങ്കിൽ തന്നെ അങ്ങനെ പോയി എടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതാണ് പ്രോബ്ലം. ഇപ്പൊ എന്റെ ഫ്രണ്ടും 10 ടിക്കറ്റ് എടുത്ത് അത് അവൻ ലീഗൽ പരമായിട്ട് കേസ് കൊടുക്കാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. വേണ്ട, അവൻ അതിന് ഞാൻ മറ്റേ ഇനി പേര് വെളിപ്പെടുത്തിയിട്ട് പ്രശ്നമാവണ്ട. അവൻ അതിലുള്ള ലീഗൽ അവനായിട്ട് ചെയ്യുന്നുണ്ട്. എന്തോന്നു പേര് വേണ്ട, കൊച്ചു തോടുണ്ട്. അങ്ങനെ. അപ്പൊ ആ ലക്കി ഡ്രോ എത്ര രൂപ, എത്ര ആൾക്കാരെയാണ് പറ്റിച്ചത്? നമ്മളെ വീട്ടിൽ ഒരു ലക്കി ഡ്രോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എടുത്തില്ല. അങ്ങനെ എത്ര 20,000 പേരോ 40,000 പേരോ അത്രയും ലോട്ടറി ടിക്കറ്റ് വിറ്റെന്നുള്ള ഇൻഫർമേഷൻ ഇപ്പൊ കിട്ടിയിട്ടുള്ള. 20,000 പേര് പറയുന്നുണ്ട്, കറക്റ്റ് അറിയത്തില്ല. അതല്ലേ ഇതിന്റെ അടിയിൽ പോയി എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞത്. നീ കണ്ടില്ലായിരുന്നു ആ വീഡിയോയുടെ അടിയിൽ പോയിട്ട് നടുക്കത്തെടുത്താലും കുഴപ്പമില്ല, തിരഞ്ഞു പോയി എടുത്തോണ്ട് വന്നു. അതില് എല്ലാവരും ഈ ലോട്ടറി എടുത്തിട്ടുള്ള എല്ലാവരും കേസ് കൊടുക്കണം. പേരൊന്നും എന്തിനു നീ പറയണത് ആവശ്യമില്ലാതാ? ഞാൻ പറഞ്ഞില്ല, എല്ലാരും പറയണത്. അത് നമ്മൾ ആരെയും പേര് പറയണ്ട. ഇപ്പൊ അതില് പുള്ളിക്കാരെ മാത്രമല്ല, ഇതിൽ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. നമുക്കറിയാനുള്ള കുറെ യൂട്യൂബേഴ്സ് ഇതിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവരുടെ പേര് മാത്രമല്ല, ഒരാളുടെ പേര്, അത് ഒരാളുടെ പേരിൽ മാത്രമല്ല, ഇതിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെ പേരിലും കേസ് കൊടുക്കുക. ഇത് ഒന്നും കൂടി ഇതാക്കുക. അതാണ് ഇനിയിപ്പോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നും കൂടി ചെയ്യണം. അത് നിങ്ങൾ എന്തിനാണ് അഭിപ്രായം പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പൈസ കൊടുത്ത എല്ലാവരും 1000 രൂപ ആയാലും ശരി, ചിലപ്പോൾ ഒരു 5 ടിക്കറ്റ് എടുത്ത് കാണും. 5000 രൂപ എന്തിനു വെറുതെ കളയണത്? ഒന്നുകൂടെ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക, അല്ലെ അവരെ തന്നെ മെസ്സേജ് അയച്ച് പറ ഇത് ഫെയിൽ. അത് എല്ലാവർക്കും അറിയാം, ഈ ലോകം ഫുള്ളും ഇപ്പം അറിയാം അത് തെറ്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അത് നമ്മൾ ചെയ്തത് തെറ്റാണ്. അത് ചെയ്തവർ തന്നെ അതിനുള്ള സൊല്യൂഷൻ ഇതാക്കണം. ഇപ്പൊ ഇത്രയും പറയിപ്പിക്കണം എന്തിന്? ഈ ചെയ്ത ടീം തന്നെ രണ്ടാമത് ഇതാക്കണം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എന്തിനും ലോട്ടറി വെച്ച്, ഇതെല്ലാം ഒരു പറ്റിപ്പാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇപ്പൊ പുതിയൊരു സ്കീമാണിത്. ഇത് ഇവിടെ അവര് വേറെ എവിടെ വെച്ചാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അവിടെ കുഴപ്പമില്ലെന്ന്. അവര് വേറെ ഏതാ കർണാടക ഏതായാലും സ്ഥലത്ത് വെച്ചാണ് ചെയ്തെന്നെല്ലാണ് അറിയുന്നത്. അപ്പൊ അതിനുള്ള ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ എടുക്കണം. അവന്റെ കൊടുത്ത ആളുടെ കൂട്ടുകാരന്റെ മോനാണിത് കൊടുത്തതെന്ന്. അപ്പൊ സ്വന്തക്കാരെ പിന്നീട് തിരിച്ച് എഴുതുകയും ചെയ്യാം. അപ്പൊ ഇത്രയും എത്ര രൂപ അവർക്ക് കിട്ടിക്കാണും? നിങ്ങൾ ചിന്തിച്ചോ. ഇങ്ങനെ പറ്റിക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി നാളെ ഇത് തന്നെ അടുത്ത ടീം പറ്റിക്കും. നാളെ ഇപ്പൊ ഇതേപോലെ അടുത്ത ആള് വരും, അടുത്ത യൂട്യൂബർ വരും, ഇതേപോലെ പൈസ കൊടുത്ത് നമുക്ക് ലോട്ടറി 1000 രൂപ സഹായിച്ച് ഈ വീട് നേടാം, കാർ നേടാം, അത് നേടാം, ഇത് നേടാം, 1000 രൂപ അല്ലേ, അല്ലെങ്കിൽ 100 രൂപ അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കും. ഇത് കിട്ടൂല. അപ്പൊ നിങ്ങൾ എല്ലാരും നല്ലൊരു ചിന്തിക്കും. ഇതിലൊന്നും എന്തിന് ഒരാളെ സഹായിക്കണമെങ്കിൽ ഒക്കെ അയാളുടെ അക്കൗണ്ടിൽ. ഇപ്പൊ വീടിന് വേണ്ടി 100 രൂപ, 1000 രൂപ, 500 രൂപ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലവർക്ക് ചിന്തിക്കുക. ഇനി അടുത്ത ഈ സ്കാമിലൊന്നും വീഴാതെ നോക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ പറയാനുള്ള കാര്യം. അവരെല്ലാം പേരുകളെല്ലാം പറയുന്നുണ്ട് അടുത്ത വീഡിയോയിൽ.